നമുക്കൊരു വലിയ ഹൈ ലെവൽ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അതായിരുന്നു പ്ലോട്ടിന് എങ്ങനെ ആയിരിക്കണം, നമ്മളെ വീട് എങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സാധാരണ നമുക്കൊരു വീട് ഉണ്ടാക്കുമ്പോൾ ഒരു റിക്വയർമെന്റ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് എത്ര റൂം വേണം, ഹോള് വേണം, അങ്ങനത്തെ കാര്യങ്ങൾ. അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്ലിയർ കട്ട് പ്ലാൻ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സിറ്റ് ഔട്ട് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അവിടെ നിന്ന് പുറത്ത് പോയിരിക്കാൻ, ഒരു ചായ കുടിക്കാനുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ സിറ്റ് ഔട്ട് വേണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ലിവിംഗ് റൂം ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒന്ന് വേണ്ട ചെറിയൊരു ഒരു ആവറേജ് മീഡിയം ലിവിംഗ് റൂം നിർബന്ധമാണ്. കാരണം ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അകത്തേക്ക് അത്രയും ക്ലോസ്ഡ് അല്ലാത്ത ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ ഡീൽ ചെയ്യാൻ ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ. പിന്നെ കിച്ചൺ, ഐലൻഡ് കിച്ചൺ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഐലൻഡ് മാത്രമല്ല, ഓപ്പൺ കിച്ചൺ. ഓപ്പൺ ഐലൻഡ് കിച്ചൺ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് റൂംസ് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് 2 റൂമിന്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മളൊരു സേഫ് സൈഡ് ഒരു റൂമും കൂടി കൂട്ടിയിട്ട് ഒരു ഗസ്റ്റ് റൂമും കൂടി ആഡ് ചെയ്തു. കാരണം ഒന്ന് അച്ഛനമ്മമാർക്കുള്ള ഒരു റൂം, പിന്നെ ഞങ്ങൾക്ക് റൂം, പിന്നെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഒന്ന് മീൻസ് എന്തെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു റൂം വേണമല്ലോ, അതിനൊരു ഗസ്റ്റ് റൂം വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസ് റൂം സ്വാഭാവികമായിട്ട് വേണമല്ലോ, അതാണല്ലോ വേണ്ടത്. നമ്മള് പ്രയോറിറ്റി കൊടുത്തൊരു കേസായിരുന്നു. പിന്നെ ഇപ്പൊ ഡൈനിങ് ടേബിൾ, പിന്നെ ഓപ്പൺ കിച്ചണും അതിലൊക്കെ ഇവിടെ എങ്ങനെയായാലും അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും കുഴപ്പമില്ല, ഒരു സ്പേസ് വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു പ്രധാന റിക്വയർമെന്റ് നല്ല ഒരു ഫാൻസി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബാർ കൗണ്ടർ ഉണ്ടായാൽ കൊള്ളാന്നുള്ളൊരു ഓപ്ഷന് അതാണ് ആദ്യം മുതലേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായാൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായാൽ നല്ലതായിരിക്കും. പിന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ, മൂവീസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടി ഞങ്ങൾക്ക് ഒരു റൂം കളയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു എവിടെയെങ്കിലും നമുക്ക് സ്വസ്ഥം മീൻസ് നന്നായിട്ട് ഒരു സിനിമ കാണാൻ പറ്റുന്ന ഒരു സ്പേസ് എന്നുള്ള ഒരു രീതിയിൽ. അതായത് നമ്മളെ ലിവിംഗ് റൂമിലെ TV അത് എപ്പോഴും ആക്സസിബിൾ ആയിക്കൊള്ളുന്നില്ലല്ലോ. അതല്ലാത്തൊരു സ്പേസ് അത് നമ്മൾ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസ് ഏരിയ അതൊരു ഇമ്പോർട്ടന്റ് ഏരിയയാണ്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ ചെറിയ ഡാൻസ് ഒക്കെ കളിക്കണം, പാട്ടൊക്കെ പാടണം എന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അവിടെ കളിക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ. നമുക്കിപ്പോ എന്തെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ കളിക്കലില്ല, ഇനി കളിക്കലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വെയിലും മഴയും കൊള്ളാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നമ്മൾ അതും കണക്കാക്കിയിട്ടുണ്ടായിരുന്നു.